ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നല്ല, ഇന്നോവയാണ്, ടൊയോട്ടയുടെ ഇന്നോവയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ക്ലീൻ സ്പെക്കിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിൽ ലുക്കിലുള്ള ഒരു ഇന്നോവ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇന്നോവ യൂസേഴ്സിനൊക്കെ ഇതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്നോവ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാകുമ്പോൾ നമുക്ക് MVD സീനോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു മോഡിഫിക്കേഷൻ ആണെങ്കിൽ. അപ്പോൾ ഇതുപോലത്തെ പല ഇന്നോവ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇനി പരിചയപ്പെടുത്താനുണ്ട്, ഇഷ്ടംപോലെ ഇന്നോവ നമ്മൾ ഇതേമാതിരി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലെക്സസ് കിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇന്നോവ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണേണ്ട ആൾക്കാരെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2013 മോഡൽ ടൊയോട്ട ഇന്നോവയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ലെക്സസ് കിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറേ കസ്റ്റമൈസേഷൻ കാര്യങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഇന്നോവ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഇന്നോവയുടെ സിമിലർ കളർ തന്നെയാണ്. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ഈ ഒരു വാഹനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ലെക്സസ് കിറ്റിൻ്റെ പ്രത്യേകതകളൊക്കെ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ആ ഒരു ലെക്സസ് കിറ്റ് നമ്മൾ ലെക്സസിൻ്റെ അധിക വാഹനത്തിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു ഡിസൈനിങ് പാറ്റേൺ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു കിറ്റിലും വരുന്നിട്ടുള്ളത്. ഹെഡ്ലാമ്പ് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടറാണ് വന്നിട്ടുള്ളത്. ഒരു പ്രൊജക്ടറും അതേപോലെ തന്നെ ഡുവലാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് പ്രൊജക്ടറും ഒന്ന് ഹാലജനാണ് കൊടുത്തിട്ടുള്ളത്. താഴത്ത് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററും അതേപോലെ തന്നെ ഇവിടെ ഒരു DRL പോർഷൻസും കാണാൻ പറ്റും. ഈ ഒരു പോർഷൻ അടക്കം നമുക്ക് DRL കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലും ഇതിൻ്റെ ഒരു എലമെൻറ്റുകളെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹെഡ്ലാമ്പ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ ഫിനിഷിംഗ് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി താഴത്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെക്സസ് കിറ്റിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് കുറേ ഡോട്ട് ലൈറ്റ് വരുന്നുണ്ട്, LED ഡോട്ട് ലൈറ്റ്സ് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതും കൂടി ഈ ഒരു ലെക്സസ് കിറ്റിൽ വരുന്നൊരു കാര്യം കൂടിയാണ്. പിന്നെ സൈഡിലേക്ക് വരുന്ന ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. ഫോഗ് ലാമ്പ് നമ്മൾ LED ഫോഗ് ലാംപ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാറ്റേൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ഓപ്പണായി വരേണ്ട രീതിയിൽ അല്ല എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഹണികോം പാറ്റേൺ രീതിയിലാണ് ഈ ഒരു പോർഷൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക എയറോ ഡൈനാമിക് ഡിസൈൻസും കാരണം കാണാൻ പറ്റും. താഴത്തും വരികയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഇനി വേണമെങ്കിൽ ലൈറ്റ് അഡീഷണൽ ഇനിയും ആഡ് ചെയ്യാൻ പറ്റും. അത്രയും പോർഷൻസും കാരണം നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. താഴത്ത് വരികയാണെങ്കിൽ ഒരു റബ്ബർ ലിപ്പ് കാര്യങ്ങളും കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഈ ഒരു പോർഷനിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ടൊയോട്ടയുടെ ലോഗോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് ബമ്പറാണല്ലോ, ഫ്രണ്ട് ബമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാറ്റം കാണാൻ പറ്റും. പിന്നെ ഈ ഒരു എലമെൻറ്റ് നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു എന്താ പറയുക ഈ ബോണറ്റിലായിട്ട് കണക്ട് ആവേണ്ട രീതിയിലാണ്. ശരിക്കും നമുക്ക് ഈ ഒരു ബോണറ്റിൻ്റെ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കളർ തീം വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബമ്പറിലേക്ക് കണക്ട് ആവേണ്ട രീതിയിലാണ് ഈ ഒരു ഫ്രണ്ട് ഫേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ നമ്മൾ ഈ ഒരു ലെക്സസ് കിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. കാരണം വെച്ചാൽ നമ്മൾ സിവിക്കിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ സിവിക്കിലും ചെയ്തിട്ടുണ്ട്, ലെക്സസ് കിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇന്നോവയിലും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു പാറ്റേൺ സെയിം തന്നെയാണ് വരിക. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിലും അതേ കാരണം തന്നെയാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ എടുത്ത് പറയാനുള്ളത്. ഈ സൈഡ് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ ബമ്പർ ലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു എയറോ ഡൈനാമിക് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ 2013 മോഡൽ Type 3 ഇന്നോവ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ബമ്പർ ലെക്സസ് കിറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുള്ളൂ. മറ്റേ നമ്മൾ മുന്നേ ചെയ്തൊരു വാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് കൺവേർഷൻ കൂടി വരുന്നതിന്, പക്ഷേ ഇതിൽ നമുക്ക് ആ മാറ്റം വരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. ഈ സൈഡ് വീൽസിലായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ 55R17 ഇഞ്ച് 94 വിടുത്ത് വരേണ്ട ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് വീൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് F1R എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വീൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതിന് നമുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്കൗട്ട് ചെയ്താൽ മതി, അതിൽ കുറേ റീൽസ് കാണാം. ഈ വണ്ടിയുടെ വീൽസ് ഞങ്ങൾ വെച്ചിട്ടുള്ള കാരണം നല്ല രസമുണ്ട് കാണാൻ. ആ വീഡിയോയിലൊക്കെ വീൽസ് അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് കുറേ ഹോൾസ് വരേണ്ട വീൽസാണ് കേട്ടോ. നമുക്കിത് പല വാഹനങ്ങളും സൂട്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള അലവിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡ് വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ സൈഡ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ചെറിയ ടിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഓവറല്ല, ഞാൻ ജസ്റ്റ് ചെറിയൊരു ടിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് മിറർ നോക്കുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഗ്ലോസി ബ്ലാക്ക് സ്റ്റിക്കർ ആക്കിയതാണ്. അതേപോലെ നമുക്കൊരു എക്സ്ട്രാ മിററും കൂടി കാണാൻ പറ്റും. അതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡ് പില്ലേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതും ബ്ലാക്ക് ഔട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആ ഒരു ഡുവൽ ടോൺ ഫിനിഷിങ്ങിന് നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി റിയറിലെ വീൽസ് നോക്കുകയാണെങ്കിൽ 255R17 ഇഞ്ച് 94 വിടുത്ത് വരുന്ന ടയേഴ്സാണ് റിയറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റ് വീൽസ് കാണാൻ പറ്റും. ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇന്നേ വരെ ഒരു ഇന്നോവയിൽ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ ചാനലിൽ ഇന്നേ വരെ ഈ ഒരു ടൈലാമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ടൈലാമ്പ് എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് ഏകദേശം സിമിലർ നമുക്ക് ലെക്സസ് ടൈപ്പ് വരേണ്ട ടൈലാമ്പിനായിട്ട് സിമിലറായിട്ട് വരേണ്ട രീതിയിലാണ്. പക്ഷേ ഇത് ലെക്സസ് ടൈപ്പ് അല്ല. അതിന് ലെക്സസ് ടൈപ്പ് നമുക്കൊരു L ഷേപ്പാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് വേറെ ടൈപ്പ് ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫുൾ LED ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാർക്ക് ലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ബ്രേക്ക് ലാമ്പ്, പിന്നെ റിഫ്ലക്ടർ. താഴത്ത് വരികയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ലാമ്പും ഇൻഡിക്കേറ്ററും കാണാൻ പറ്റും. അതൊരു ബ്ലാക്ക് ഔട്ട് ചെയ്ത പോർഷനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈലാമ്പും കൂടി നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത് ഞാൻ കാണിക്കുന്നത് കേട്ടോ.
അപ്പോൾ അത് കാരണം പറയാണ്ട്. ഇനി റിയറിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട്, ടിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ടിൻറ്റിങ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്ര കണ്ട് ഡാർക്ക്നെസ് വരുന്നില്ല. പിന്നെ നമുക്കൊരു സ്പോയിലർ കാണാൻ പറ്റും. സ്പോയിലർ നമുക്ക് ബോഡി കളർഡ് ആയിട്ടുള്ള സ്പോയിലറാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് നമുക്ക് വൈറ്റ് കളർ തന്നെയാണ് സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡീഫോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്, അതേമാതിരി റിയറിലെ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിലൊക്കെ ഇത് ഓൾറെഡി വന്ന കാരണം ടൈപ്പ് 3 ആണല്ലോ വരുന്നത് ഇന്നോവ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ റിയറിൽ നോക്കാൻ നമുക്കൊരു ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഒരു ക്യാമറ, റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ താഴത്ത് വരികയാണെങ്കിൽ നമുക്ക് സ്കേർട്ട് ആഡ് ചെയ്ത് കാണാൻ പറ്റും. അതൊരു ഡിഫ്യൂസർ കാണൊക്കെ വരുന്നൊരു സ്കേർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിലായിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക സ്റ്റോപ്പ് ലാമ്പ് വിത്ത് ഇൻഡിക്കേറ്ററോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പ് കാണാൻ പറ്റും. ഇത് ഓൾ ടൈം നമുക്ക് പാർക്ക് ലൈറ്റ് ഇട്ടാൽ വർക്ക് ചെയ്യേണ്ട രീതിയിലും അതേമാതിരി സ്റ്റോപ്പ് ലാമ്പായിട്ടും അതേമാതിരി ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള ഒരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും കൂടി അഡീഷണൽ നമ്മൾ ആഡ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഈ ഒരു പോർഷനിലായിട്ട് ഡിഫ്യൂസറിൻ്റെ പോർഷനിലായിട്ട് വരികയാണെങ്കിൽ അത് ഫുള്ളി ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര ആ ഒരു എന്താ പറയുക ഡിഫ്യൂസിങ് പോർഷൻസൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര കാലം നമുക്ക് ഈ ഒരു വാഞ്ചിൻ്റെ ഔട്ടർ ലുക്കിൽ വരാനുള്ളത്. ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന മുന്നേ അങ്ങനെ ഈ ഒരു ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഇന്ത്യയിൽ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. സീറ്റായാലും ബാക്കി കാര്യങ്ങളൊക്കെ ആയാലും നീറ്റ് ആൻഡ് ക്ലീനാണ്. അത്രയും വൃത്തിയിൽ കൊണ്ടെടുക്കേണ്ടതാണ് ഈ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ഇതിൽ കാണാൻ പറ്റുന്നത്. ഇനി ഉള്ളിലോട്ട് കയറി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് ഇതിൽ. അപ്പോൾ ഇത് 2013 മോഡലാണല്ലോ. അപ്പോൾ അതിൽ ഈ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലസ്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് RPM മീറ്ററും അതേപോലെ തന്നെ സ്പീഡോമീറ്ററും പിന്നെ എൻജിൻ ടെമ്പറേച്ചറും പിന്നെ അതേമാതിരി ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് കാണിക്കേണ്ടത്. അപ്പോൾ 200 ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡൊക്കെ കാണിക്കേണ്ടത്. പിന്നെ വാർണിങ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വരാണെങ്കിൽ മിററിൻ്റെ കൺട്രോൾസും പിന്നെ അതിന് സെക്യൂരിറ്റിൻ്റെതും പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒക്കെ ബേസിക് കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എടുത്തു പറഞ്ഞ കാരണം തന്നെ ഭയങ്കര ഇൻറ്റീരിയർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റം പറയാനുണ്ട്. നമ്മൾ റിവ്യൂ എടുത്ത ഒറ്റ വണ്ടിയിൽ ഈ ഒരു ടൈപ്പ് ഇൻഫർമേഷൻ സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇന്നോവയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓണർ ഗൾഫിൽ നിന്ന് അവിടെ കൊണ്ടുവന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. പിന്നെ അതേമാതിരി നമുക്ക് ഇവിടെ കുറേ ഗേജസ് കാണാൻ പറ്റും. അവിടെ ഒരു വോൾട്ടിൻ്റെ ഗേജ്, അതേമാതിരി ഇവിടെ ഓയിലിൻ്റെ ഗേജ്, ഇവിടെ നമുക്ക് RPM ഗേജും പിന്നെ ഇവിടെ വലിയൊരു വേറൊരു RPM കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഇതെല്ലാം കൂടി ഓൺ ആവേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കീ ഇൻസേർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഇതാ എല്ലതും ഓണായി വന്നു. അപ്പോൾ അത് മൾട്ടി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആ സംഭവം മൾട്ടി കളേഴ്സാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു RPM ഗേജ് കാണാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഇതെന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ വരുന്നത് നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ വന്നിട്ടുള്ളത് കാണുന്നത്. അതുകൊണ്ട് ആപ്സൊക്കെ നോക്കുകയാണെങ്കിൽ സംഭവം ആൻഡ്രോയിഡാണ് വന്നിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഇൻഫർമേഷൻ സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. എന്നാൽ ഇന്നോവയിൽ നമ്മളിത് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇതേമാതിരി നമുക്ക് ആൻഡ്രോയിഡിൽ വേണ്ട അതേമാതിരി യൂട്യൂബും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വരുന്നത് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ കാർ സെറ്റിങ്സ് കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ മാറ്റത്തിൽ നമുക്കൊരു റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സും കൂടെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഓക്കെ, ഇവിടെ നമുക്കൊരു ഇൻഫർമേഷൻ സിസ്റ്റം കൂടി. അപ്പോൾ ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ കാര്യമായ വർക്കില്ല. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്യാപ്റ്റൻ സീറ്റാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ എടുത്ത് പറഞ്ഞ കാരണം കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീനാണ്. 2013 മോഡൽ വണ്ടിയാണെന്ന് പറയില്ല. കാരണം സീറ്റ് കവറൊക്കെ അത്രക്ക് വൃത്തിയിലാണ് ഇന്ത്യയിൽ കംപ്ലീറ്റ് കൊണ്ടുനടക്കേണ്ടത്. ക്യാപ്റ്റൻ സീറ്റാണ് വന്നിട്ടുള്ളത്. റിയറിൽ നമുക്ക് ആ ഒരു ബെഞ്ച് സീറ്റ് കാണാൻ പറ്റും. ഇന്നോവയുടെ സീറ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാരണം നമുക്ക് അങ്ങനെ ഇന്ത്യയിൽ വലിയ മാറ്റം വരുത്തിയിട്ടില്ല ഈ വണ്ടിയിൽ. അപ്പോൾ ഗൈസ് ഈ ഇന്നോവയെ കുറിച്ച് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. നല്ല ഡീറ്റെയിലായി കാണിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള കിടിലം വണ്ടികളുടെ വിശേഷങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി വർക്കൊക്കെ എടുക്കണം താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നമ്മളെ ചാനലും ചെക്കൗട്ട് ചെയ്താൽ മതി. ഇഷ്ടംപോലെ ഇന്നോവ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. കസ്റ്റമർ ഇനിയും വരാനുണ്ട് ഇന്നോവകൾ. അപ്പോൾ ഇതൊക്കെ കുറേ ഇന്നോവ ഓണേഴ്സ് ഉണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള. അപ്പോൾ അവർ കുറേ ആൾക്കാർ പല ഇന്നോവകൾ പരിചയപ്പെടുത്താൻ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ഓരോ ഇന്നോവകളും ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് നമ്മൾ സ്വന്തം വണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോസൊക്കെ കാണിച്ചു തന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു സ്ഥലം കിടിലം വണ്ടിയിട്ടും കിടിലം വേണ്ടിയിട്ടും വരാം. അതുവരേക്കും